ഇവിടെ എന്തുട്ട പ്രശ്നം? ആയി അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെ, ഈ നാട് മൊത്തം അറിഞ്ഞു. നീ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങളെ തെറ്റായ വാർത്തകൾ നിങ്ങളെ പറ്റി പരസ്പരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്താണ് തെറ്റായ വാർത്ത? ആരംഭത്തിൽ അപമാനം. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിമോള് തേച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച്. എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് സത്യാക്കാൻ നോക്കണ്ടോ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ ഞാനതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. ഇതല്ല, ഇതിൽ വലുത് കണ്ടതാ ഞാൻ. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു വെക്കാറില്ല. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒരു പണിയില്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടിരിക്കും, പിന്നെ കുരിശാവും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം നമുക്ക് ആരെയും കൽപ്പിക്കാൻ പറ്റില്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. അപ്പൊ എനിക്ക് അവിടുത്തെ പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല. പോക്കത്തരം കാണിച്ച അമ്മച്ച് കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ ഒന്നും ആവാറില്ല. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ?